ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഫ്രാൻസിൻ്റെ ബോർഡറിൽ നിന്ന് ജർമ്മനിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഫ്രാൻസിൻ്റെ ബോർഡറിലുള്ള വീടുകളാണ് ഈ കാണുന്നത്. ബോർഡർ അങ്ങോട്ട് ആയിട്ടില്ല, ഇനിയും ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്. ഈ റൂട്ടിൽ എന്തൊക്കെ തരത്തിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. In 600 meters, take exit 7 toward Geispolsheim. Toma la salida 7 a la derecha en dirección de Hamburg, después mantente a la derecha. ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രക്കുകൾക്ക് കയറാൻ പാടില്ല. നേരെ Take exit 7, then keep right at the fork. Mantente a la derecha por la M353. Keep right at the fork. അവിടെ പണിയും നടക്കുന്നുണ്ട്. Continue on M353 for 9 kilometers. En 8 kilómetros, ഇതിലെ ട്രാൻസിറ്റ് ആ പറഞ്ഞ സ്ഥലത്തേക്ക് ട്രാൻസിറ്റ് പാടില്ല. എല്ലാം പൂക്കളുള്ള സ്ഥലങ്ങളാണ് ഇവിടെ. ഇത് പൂക്കളുമായിട്ട് ചെടികളുമായിട്ട് ബന്ധപ്പെട്ട ഞാനിവിടെ വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇന്ന് നമ്മളിപ്പോൾ ലോഡ് ഇറക്കാൻ പോയ സ്ഥലത്ത്, ഫ്രാൻസിലെ സ്ഥലത്ത് ലോഡ് ഇറക്കി അവിടെ പോയിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇവിടെ കൺസ്ട്രക്ഷൻസ് നടപ്പുണ്ട് പാടത്തിന്റെ സൈഡിലായിട്ട്. ട്രാൻസിറ്റ് പാടില്ല എന്ന് എഴുതിയിട്ട് ഇവിടെ നിന്ന് വലത്തോട്ട് പാടില്ല. ഇതവിടെ റെസ്ട്രിക്ഷൻസും വെച്ചിട്ടുണ്ട്. ആ വഴിക്ക് റെസ്ട്രിക്ട് ചെയ്തൊരു പാടില്ല, ട്രാൻസിറ്റ് പാടില്ല. .5 ടൺ. ഇന്ന് എന്നിട്ട് പ്രത്യേകം എന്ന് വെച്ചാൽ ഇന്ന് ഫീസ്റ്റ് ദിവസമാണ്. അപ്പോൾ ഫീസ്റ്റ് ദിവസം ആയതുകൊണ്ട്, അവധി ദിവസം ആയതുകൊണ്ട് ഇന്ന് പോലീസുകാർക്കൊക്കെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർ ശരിക്കും പണി നമ്മൾ ഇട്ടിട്ട്. അതാണ് കുഴപ്പം. ഇന്ന് വന്ന വഴിക്ക് ഫ്രാൻസിൽ വെച്ചിട്ട് കൈ കാണിച്ചു. അതായത് ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് ഫ്രാൻസിൽ ഇപ്പം നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഓടിക്കാൻ പറ്റും, അല്ലാത്ത വണ്ടികളാന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. അവർ എന്നിട്ട് നോക്കി ടെമ്പറേച്ചർ നോക്കി, എൻ്റെ സേമേറെ നോക്കി, അതുപോലെ തന്നെ വണ്ടി തുറക്കാൻ പറഞ്ഞു. തുറന്നു കഴിഞ്ഞിട്ട് അവരപ്പോൾ പോക്കളാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ ഫൈൻ അടിക്കും. ആ സമയത്ത് നമ്മൾ രാത്രിയാണ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ അധികം ഉണ്ടാവാറില്ല. നമ്മളിപ്പോൾ ഫ്രാൻസിൻ്റെ ബോർഡർ, അതായത് ജർമ്മനിയിലേക്കുള്ളത് ക്രോസ് ചെയ്യാൻ പോകണം. ജർമ്മനിയിലേക്ക്
വർഷത്തിൽ 3-4 തവണയാണ് ഞാൻ വരാറ്. ഇതിപ്പോൾ ഈ വർഷം നിന്ന് ആരംഭിച്ചിട്ട് ആദ്യമായിട്ട് വന്ന ജർമ്മനിയിലേക്ക്. കാരണം ജർമ്മനിക്ക് സാധാരണ ഡബിൾ ഡ്രൈവർമാരെ വിടാം. ഓരോ അരമണിക്കൂറിലും അവിടെ വർക്കടൊക്കെ ആയിരിക്കും റോഡിൻ്റെ. പിന്നെ സ്പീഡ് ലിമിറ്റിൻ്റെ കാര്യത്തിൽ നെതർലാൻഡ്സിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം. അപ്പം അതിൻ്റെ പേരിൽ ഭൂരിഭാഗം ഓട്ടം വന്നിട്ട് നെതർലാൻഡ്സ് അല്ലെങ്കിൽ ബെൽജിയത്തിലേക്കൊക്കെ ആയിരിക്കും. Offenbach. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് ലൈൻ ഇതെല്ലാം ഓരോ ഗ്രാമങ്ങളിലേക്ക് പോണതാ. ഇവിടെ കംപ്ലീറ്റ് ഇതിന് വന്നിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് വണ്ടികൾ കയറണത്. സോന എമിഷൻ 0 ആണ് ഇവിടെ. ഞങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ഈ പാലത്തിന് അവിടെ വെച്ചിട്ടായിരിക്കും നമ്മൾ ജർമ്മനിയിലേക്ക് ക്രോസ് ചെയ്യാം. ഇവിടെയാണ് ചെക്കിങ്, ദുബായിയുടെ ചെക്കിങ്. ഇന്നിപ്പോൾ അവധി ആയതുകൊണ്ട് ആരുമില്ല. ഈ പാലം കൊണ്ടാണ് In 600 meters, continue on to Pont Pierre Flimland. ഇവിടെ വെച്ചാണ് ഡച്ച് ലാൻഡും ഫ്രാൻസും തമ്മിൽ ക്രോസ് ചെയ്യണേ. അതിൻ്റെ പോർട്ടാണത്. അപ്പോൾ ഇത് വന്നിട്ട് പകുതിയായി എടുത്താണ് ഡച്ച് ലാൻഡ്. ഇപ്പുറത്തേക്ക് ഡച്ച്, അപ്പുറത്തേക്ക് ഫ്രാൻസ്. അവരെ പുഴ പകുതിയായിട്ട് എടുത്താണ്. നമ്മൾ ജർമ്മനിയിലേക്ക് കയറി. നമുക്ക് ഇവിടെ എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5 അതിനുള്ള മുകളിലേക്ക് എല്ലാത്തിനും ഇവിടെ ടോൾ കടിക്കും. നമുക്കിപ്പോൾ വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യകത ഇല്ല. കാരണം എന്നിട്ടാന്ന് വെച്ചാൽ പുതിയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് രാജ്യം നമുക്ക് അതിനകത്ത് കാണിക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അതായിക്കോളും. ഫാമിലിയൊക്കെ അവധി ദിവസം ശരിക്കും ഇറങ്ങിയിട്ടുണ്ടെന്ന്.
ചില ആൾക്കാർ ഫ്രാൻസിലെ പോലെയല്ല, കുറച്ചും കൂടെ തിരക്കില്ലാത്ത ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് അത്യാവശ്യം ഇതൊക്കെ കീപ്പപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ആ സമയത്ത് ഫ്രാൻസിൽ താഴത്തോട്ട് പോകുന്തോറും സ്പെയിനിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ധൃതിയുള്ള ആൾക്കാരാണ്. നിൽക്കാൻ സമയമില്ല അവർക്ക്. വണ്ടി കയ്യിലിട്ട് കഴിഞ്ഞാൽ റേസിങ്ങിന് വേണം വരികയാണ് ആൾക്കാർ. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന വഴിക്ക് ഞാൻ ഇതിലെ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഞാനിവിടെ എവിടെയെങ്കിലും അവിടെ അങ്ങോട്ട് ഒതുക്കി വണ്ടി ഒന്ന് നിർത്തിയിട്ട് രാജ്യം എൻട്രി കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. In 600 meters, at the roundabout, take the second exit and stay on L98. നമുക്ക് ഇവിടുന്ന് ഇനി ഔത്തോബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോൾ റൂട്ട്, അതിലേക്ക് കയറണം. ജർമ്മനിലെ ടോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മെഷീൻ വെച്ച് പിടിക്കുകയാണ് ചെയ്യുക അവർ. നമുക്കതിന് ടോൾ ബൂത്തുകളില്ല. അതല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് നമ്മൾ ഇന്ന സ്ഥലത്തുനിന്ന് ഇന്ന സ്ഥലം വരെ പോണത് അതിനൊരു സൈറ്റ് ഉണ്ട്, അതിൽ കയറി നമ്മൾ പേയ്മെന്റ് ചെയ്യണം. Exit the roundabout onto L98. In 500 meters, at the roundabout, continue straight to stay on L98. നമ്മളിപ്പോൾ പോണത് ഹൈവേയിൽ കയറാനാണ്. ഹൈവേയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അധികം ദൂരമില്ല നമ്മളെ ആദ്യത്തെ സ്ഥലത്ത് എത്താനായിട്ട്. അപ്പം നമുക്ക് ഇന്നിപ്പോൾ എവിടെയെങ്കിലും റെസ്റ്റ് എടുത്തിട്ട് നാളെ കാലത്ത് അവിടെ ലോഡ് ഇറക്കിയിട്ട് വേണം അടുത്ത പരിപാടിയിലേക്ക് കയറാനായിട്ട്. Toma la entrada a la derecha por la N5 en dirección Basel. ചെക്കിങ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണേ. അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്, എന്തിട്ട് ഉദ്ദേശം എന്നുള്ളത് അറിയില്ല. അപ്പം അങ്ങനെ വണ്ടികളാകലെ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയില്ല എന്തിനാ അവിടെ കിടക്കണേന്ന്. അപ്പോൾ വളരെ സാവധാനം പോകാം എന്ന് മാത്രം. വല്ല പോലീസുകാരൊക്കെ ചെക്കിങ്ങിനിട്ടാണ് വണ്ടിയാണെങ്കിൽ നമ്മളറിയാണ്ട് വെറുതെ ജർമ്മനിയിൽ നിന്ന് ഫൈൻ മേടിക്കേണ്ട ആവശ്യമില്ല. ജർമ്മനിയിലെ ചെറിയ ഗ്രാമ വീടുകളാണ്. സൈക്കിളുകൾക്ക് പോകാനുള്ള വഴി, അല്ലെങ്കിൽ നടക്കാനും ഓടാനൊക്കെ ആയിട്ട്.
5 en dirección base. നമുക്കപ്പോൾ ഹൈവേയിലേക്ക് കയറാറായി. അങ്ങനെ ആ ഗ്രാമമൊക്കെ കവർ ചെയ്തു. മെയിൻ റൂട്ട് അപ്പുറത്തോടെ വേറെ ഉണ്ട്. ഇതിലേക്ക് ക്രോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ നിവൃത്തിയില്ല. കാരണം ഇവിടെ ലോഡ് ഇറക്കേണ്ട കാരണം വന്ന കാരണമുണ്ട്. പോലീസ് ചെക്കിങ് ഉണ്ടായിരുന്നല്ലോ അവിടെ. അപ്പൊ നമുക്ക് 1 കിലോമീറ്റർ കഴിഞ്ഞ് ഹൈവേ കയറാം. ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വണ്ടികൾ നമുക്ക് ഈ വഴി കൂടെ ഓടിച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഹൈവേയിൽ കയറുമ്പോൾ ചെക്കിങ് ഉണ്ടാവുമെന്ന് പറയണേ പോലീസുകാരുടെ. ഹൈവേയിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറയാൻ. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എവിടെയോ ഒരു സ്ഥലത്ത് ലോഡ് ഇറക്കാൻ വന്നപ്പോൾ അവരോട് പറഞ്ഞു. കാരണം അവിടെ നിന്ന് ലോഡ് നമ്മൾ ഇറക്കി തീർന്നു. ഇവിടെ എങ്ങനെ ലോഡ് ഇറക്കി കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ വണ്ടി ഓടിക്കാൻ പാടില്ലെന്ന് ചോദിച്ചോ. ലോഡ് ഇറക്കി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് ലോഡ് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത സർവീസ് സെന്റർ വരെ, പാർക്കിംഗ് ഏരിയ വരെ നമുക്ക് പോവാം. അതിന് കുഴപ്പമില്ല. Toma la entrada a la derecha por la 5 en dirección base. Use the right lane to merge onto B33A, then use the right lane to take the A5 ramp. അപ്പോൾ നമുക്ക് Use the right lane to take the A5 ramp, then merge onto A5. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80. റഡാറ് ഇന്ന് സാധാരണ വെക്കുമോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. നമ്മൾ വരുമ്പോഴൊക്കെ ഇതിലാണ് പോവാറ്, 90-ലാണ് പോവാറ്. ഒരു പ്രാവശ്യം ഞാൻ ജർമ്മനിയിൽ പാസ് ചെയ്യുമ്പോൾ അവിടെ പോലീസ് റഡാർ വെച്ചിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് അവസാനിപ്പിച്ച് പോണ സമയത്ത് ഈ സാധനം എടുക്കലും എൻ്റെ വണ്ടി, ഞാനിപ്പോൾ 90 ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് പോയിരുന്നു, ഒരു ട്രക്കിന്. സംഭവം അടിച്ചു. പക്ഷെ അത് കറക്റ്റ് ചെയ്തേ അവിടെ ചെക്കിങ്ങിന് പോലീസ് കിടക്കണം. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ ചെക്കിങ്ങിന്റെ സമയത്ത് നമ്മൾ അവരെ ശ്രദ്ധിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം വന്നിട്ട് അനാവശ്യമായിട്ട് സ്പീഡ് കുറയ്ക്കാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ അവര് നമ്മളെ പുറകെ വരും. സാധാരണ സ്പീഡ് ലിമിറ്റ് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമത്തിൽ വയ്ക്കുള്ളൂ. കാറുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പീഡ് ലിമിറ്റ് വയ്ക്കാം ഭൂരിഭാഗം സ്ഥലത്തും. പക്ഷെ ചിലവർ ട്രക്കുകൾ മാത്രം കേന്ദ്രീകരിച്ച് വയ്ക്കും. പിന്നെ ഒരു 34 കിലോമീറ്റർ